സെക്കൻഡ് പാർട്ട് തുടങ്ങാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബാലി ടോർച്ച് അടിച്ച് പിടിച്ചേക്കുന്ന കണ്ടാൽ കള്ളനെ പിടിക്കുന്നതെന്ന് തോന്നും. അല്ല, ബാലി ശരിക്കും ഒരു നമ്പർ തപ്പുമാണ്. കാരണം അവർ ഈ കുട്ടികളെ എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പസിൽ പോലത്തെ ഒരു പേപ്പർ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ നമ്പേഴ്സ് കണ്ടുപിടിച്ച് എഴുതണം. അപ്പോൾ അവനോട് ഞങ്ങൾ പറയുകയാണ് ആ ഡോട്ട് ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി, അപ്പോൾ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരേ ആവേശം കൊടുക്കുകയാണ് അവനോട്. ഡോട്ട് ഫോളോ ചെയ്യുക, നമ്പർ കിട്ടും. അവസാനം കിട്ടി 1. അപ്പോഴത്തേക്കും ബാലി വെച്ച് ഞാൻ എഴുതിക്കോട്ടെ നമ്പർ. അത് യൂഷ്വലി അവനങ്ങനെ സമ്മതിക്കാറില്ല. അവൻ കണ്ടുപിടിക്കുന്ന നമ്പറാണെങ്കിൽ ഓന് തന്നെ എഴുതണം. പക്ഷേ അന്ന് സമ്മതിച്ചു. അങ്ങനെ ബാല് നമ്പർ എഴുതുക. അപ്പോൾ ബാല് പറയുന്നുണ്ട് അടുത്ത റൂമിലും ഈ ടോർച്ചിൻ്റെ സിമ്പിൾ ഉണ്ടാവും, അവിടെ നമുക്ക് അടിച്ചു നോക്കാമെന്നൊക്കെ. അങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ കാണുന്നു പച്ചീസി. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഗെയിം. ഇത് കാണാനായിരുന്നു ഞാനിങ്ങനെ വെളിയിൽ നിന്ന് മുതലേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നത്. ഇത് ശരിക്കും നമ്മുടെ പാണ്ഡവരും കൗരവരും ഒക്കെ കളിച്ച ആ ഗെയിമാണ് ഇത് ശരിക്കും. പച്ചീസി ആ കാലം മുതലുള്ളതാണ്. അപ്പം ഞാൻ ബാലിനോട് ചോദിച്ചു അപ്പുറത്തിരിക്കുന്നതാണോ ആഫ്രിക്കൻ ഗെയിം, നമ്മൾ കാണുന്ന ആഫ്രിക്കൻ ഗെയിം വായിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. ബാലു അല്ല, അതല്ല, ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം കേരളത്തിലെ ഗെയിമാണ്. കേരളത്തിൽ നിന്നുള്ള പല്ലാങ്കുഴി മംഗല എന്നും പറയും. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കളിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ കേട്ടിട്ടുണ്ട് എവിടെയോ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കി, ഇത് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവള് ഭദ്രയും ബഡുവും ശശിയൊക്കെ കൊച്ചിൻ്റെ കൂടെ കളിക്കുന്ന കളിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കളിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനമാകുമ്പോൾ കാണിച്ചത്. അപ്പോൾ നീല് വന്നിട്ട് നീല ആദ്യം മനസ്സിലായില്ലേ, അപ്പോൾ നീല് തിരിച്ചു പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്ന് വായിച്ചു നോക്കി ഇത് എവിടുത്തെയാന്ന് പറഞ്ഞപ്പോൾ വായിച്ചപ്പോഴത്തേക്ക് കേരള അമ്മ ഇതെങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ അവിടെ നിന്ന് അതൊരു ഞെട്ടലായിരുന്നു. പിന്നെ അടുത്ത റൂമിൽ ചെന്നപ്പോൾ അതെനിക്ക് വലിയൊരു ഞെട്ടലായിരുന്നു. കാരണം അവിടെ ടെട്രസ് എന്ന് പറയുന്ന ഗെയിം ഉണ്ടായിരുന്നു. ബാലിൻ്റെ ഫേവറേറ്റ് ഗെയിമായിരുന്നു. ഒരു കാലത്ത് ഫോണിൽ ഫുൾ ടൈം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൻ പറയുന്നുണ്ട് ഇവിടെ വന്നത് വളരെ നല്ലൊരു തീരുമാനമാണ്, കാരണം നീയൊന്നും പറയുകയില്ല, എനിക്ക് എത്ര നേരം വേണേൽ കളിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു നനഞ്ഞട ഇങ്ങനെ കുഴിക്കല്ലേ മുതലാളിന്ന്. അപ്പം ടെട്രസും മൈൻക്രാഫ്റ്റും കളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സകല കഴിവ് അങ്ങ് വെളിയിലേക്ക് എടുത്തിട്ട്, അതാണ് നിങ്ങളാ കാണുന്ന വീട്. എങ്ങനെ എന്നെ സമ്മതിക്കണം, കാരണം പുള്ളി ആ സംഭവം ബാക്കിലുണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് ഈ വീടുണ്ടാക്കാൻ കാണിച്ച എൻ്റെ ധൈര്യം നിങ്ങളെല്ലാവരും സമ്മതിക്കണം. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ബാലിനെ വിളിച്ച് കാണിച്ചപ്പോൾ ബാല ആദ്യം വിചാരിച്ച് ആ പുള്ളി ഉണ്ടാക്കി വെച്ചത് ഞാനും കൂടെ സഹായിച്ചതാണ്. അപ്പം ഞാൻ വന്ന് അവിടെയല്ല, അവിടെ നോക്കാതെ താഴെ നോക്കുക, ആ വീട് കണ്ടോ, ആ 3D വീട്, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഒന്നും പറഞ്ഞില്ല. വാ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാൻ പെട്ടെന്നെന്ന് മാത്രം പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ചെക്കൻ ഇത് വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീലിന് ഫുഡും വേണ്ട, ഒന്നും വേണ്ട, നീലിന് ഗെയിം കളിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഹൈക്കിംഗ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറയും ക്യാൻ വി ഹാവ് ഫുഡ്. ഇപ്പം ഒന്നും വേണ്ട, നീലിന് ഫുഡും വേണ്ട, വെള്ളവും വേണ്ട, നീലിന് ഗെയിം കളിച്ചാൽ മതി. ഷെവൽ 3 chances. എനിക്ക് 10 കിട്ടിയത് നീലു. നീലിൻ്റെ ലാസ്റ്റ് എടാ വാക്കാന് തുമ്പിക്കട്ടെ പൂക്കച്ചി പറഞ്ഞു കിട്ടിയല്ലോ 70. നോക്കാം. ഏട്ടാ നിനക്ക് ഗെയിമിങ് ഭയങ്കര അടിപൊളിയാണല്ലോ. ഓ നോ. ഇതാണ് അടുത്ത റൂം. ഇതാണ് മൈ ഫേവറേറ്റ് റൂം. കാരണം കഥകൾ പറയാനും കഥ കേൾക്കാനും ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, ഞാനിങ്ങനെ കഥകളിങ്ങനെ ഭയങ്കര എൻ്റെ കെട്ടിയവനും പറയാറുണ്ട്, അതിങ്ങനെ നീട്ടിയാണ് ഞാൻ പറയാം എന്ത് ചെറിയ കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഈ ഗെയിംസിനോട് എന്തോളം ഇഷ്ടമുണ്ടാവും എന്നറിയാമല്ലോ. ഇങ്ങനത്തെ ബോർഡ് ഗെയിംസ് ഇല്ലേ, റോൾ പ്ലേ ഗെയിംസ്, അതാണിത് ശരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് അത് കളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഭയങ്കര പാടാന്ന് എല്ലാവരും പറയുന്നത് കൊണ്ട് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതാ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് കാണുന്നില്ലേ, ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ തന്നെ എന്തായിരിക്കും അല്ലേ, അവിടെ ഇങ്ങനെ രാത്രിയാവുമ്പോൾ ഇങ്ങനെ വരും, അപ്പം നമ്മൾ അത് ചെയ്യണോ ഇത് ചെയ്യണോ, അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് റൂൾസൊക്കെ വെച്ച് കളിക്കുന്ന ഗെയിംസ് അത് ഏതാണേലും ഇഷ്ടമാണ്. റീസെൻ്റ്ലി ഞാൻ വേറൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കുറച്ച് ആളുകൾ ഉണ്ടാക്കിയ ഒരു ഡിസൈൻ ചെയ്തൊരു ഗെയിം. അത് ഈ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസിൻ്റെ ഒക്കെ പോലെ ഉണ്ട്, പക്ഷേ അത്ര ഡിഫിക്കൽട്ടല്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഈ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസിൻ്റെ ഫസ്റ്റ് എന്ന് വെച്ചാൽ അത്ര ഹാർഡ് ലെവൽ അല്ലാതെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലുണ്ട്.
ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അത് വാങ്ങിക്കണക്കെന്നൊക്കെ. ഞാൻ ഇവനോട് വന്ന് നീലിനോട് പറഞ്ഞപ്പോൾ നീല് വന്നിട്ട് എന്നോട് പറഞ്ഞ്, ഇത് കണ്ടോ അമ്മ, ഇങ്ങനെയാണ് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസിൻ്റെ സെറ്റപ്പ്, ഭയങ്കര അടിപൊളിയായിരിക്കും, നമുക്ക് ഇതിനായിട്ടൊരു ടേബിൾ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് അതിൻ്റെ ആ ഒരു ഭംഗി അതേപോലെ നമ്മൾ കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെ എത്തി ആർക്കേഡ് റൂമിൽ. എന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, ഇത് വേറെ ലെവലാണ്, ഇങ്ങോട്ട് വാന്ന്. അവിടെ ചെന്നപ്പോഴല്ലേ ഫുള്ള് ബ്ലൂ ലൈറ്റും, പണ്ടത്തെ ആ മൂവിയിലൊക്കെ കാണൂലേ നമ്മൾ, ബ്ലൂ ലൈറ്റിൽ ഇങ്ങനെ കുറേ മെഷീൻസ് ഇരിക്കുന്നു, ആ ഒരു സെറ്റപ്പ്. ശരിക്കും അത് അങ്ങനെ തന്നെ, ആ പണ്ടത്തെ ഗെയിംസൊക്കെ തന്നെയാണ് പോലും ഉള്ളത്. ജൂക്ക് ബോക്സ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ TV കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ എനിക്കിതൊന്നും കളിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടേ ഇല്ല അവസരം. ഇത്തവണ ഞാനത് ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ കുറേ കളിച്ചു, ഞാനും കളിച്ചു, നീലും കളിച്ചു, ബാലും കളിച്ചു. ഞങ്ങൾ ഈ ജൂക്ക് ബോക്സ് അപ്പോൾ ബാല് കാണിച്ചു തരിക എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. ആദ്യം കളിച്ചപ്പം ശരിയായില്ല, പിന്നെയാണ് അതിൻ്റെ ആ ഒരു നാക്ക് പിടികിട്ടിയത്. അതാ ഒന്നും മനസ്സിലാവുന്നില്ല. നോക്കട്ടെ നോക്കട്ടെ പോനെ മൊബൈൽ. ഓ മ്യൂസിക് അനുസരിച്ചാണ്. ഇനി ഞാൻ അത് തന്നെ ചെയ്തോളാം. മാറ്. ഈ റൂം ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നീല് ഫാസ്റ്റ് ആയിട്ട് വിളിക്കടാ, അടിക്കി അടിക്കി. ഓ നീലിനതാ ഇഷ്ടം. അഡിക്റ്റബിൾ കളിച്ചു നോക്കിയോ അഡിക്റ്റബിളോ? ആണോ? അമ്മ ഈ അഡിക്റ്റബിൾ ഒന്ന് കളിച്ചു നോക്കാം. ആ നോക്കട്ടെ. ഇത് കളിക്കാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് നമ്പർ കാണുന്നില്ലല്ലോ. നമ്പർ 1 സ്റ്റാർട്ടർ. ഇതിൽ എന്തൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടോ? വിശന്നപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി അവിടുന്ന്. എന്നിട്ട് ദേ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം തപ്പി നടക്കുകയാണ്. ദാ ഇവിടെ ഒരു ബെഞ്ചുണ്ട്. ഈ ബെഞ്ചിൽ തന്നെ ഇരിക്കാം അല്ലേ? ആ, വെയിലുള്ളതുകൊണ്ട് കുറച്ചൊരു സമാധാനം. പക്ഷെ എനിക്കറിയില്ല, ബീച്ചിലിരുന്ന് ഭയങ്കര തണുപ്പായിക്കൂടാ. ഇവിടെ ഇരുന്നാലോ? ഇവിടെ ഇരിക്കാം. വെയിലുണ്ട്, പക്ഷെ കൈ തണുക്കുന്നില്ലേ നിങ്ങൾക്കാർക്കും? എനിക്ക് തണുത്തിട്ട് വയ്യ. അല്ല, അമ്മ അതേ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഞാൻ എടുക്കപ്പാ, അതില് ബാലിന് ബാഗില ഫുഡ്. ഞാൻ ഇനിയിപ്പോ ഒന്നും വെയിറ്റ് ഉണ്ടാവില്ല, അതിലാകെ ഒരു ബുക്ക് മാത്രമേ ഉണ്ടാവും ആ കവറിൻ്റെ അകത്ത്. എന്താ എഴുതിയേക്കുന്ന നീലു? ഗുഡുവിൻ്റെത് അതാണ്. ആ അമ്മു. ഓക്കെ, അതിൻ്റെ അകത്തുണ്ട് സ്പൂണ് 3 പേർക്കുള്ള. നീലൊന്ന് തുറന്നു കൊടുക്ക് ബാൽ, അല്ലേ അത് പോയാ പിന്നെ വേറെ ഇല്ല ഫുഡ്. ഇല്ലേ, കൈ തണുക്കുന്നില്ലേ? അമ്മ പറഞ്ഞ അപ്പാണ് പറഞ്ഞത്. കഴിക്കാം. ഫ്രൈഡ് റൈസ്, നല്ല ചിക്കൻ ഫ്രൈഡ് റൈസ് തണുത്ത് വരച്ച് -3 കഴിക്കുകയാണ്. എന്റെ ഭഗവാനെ, എനിക്ക് കൈ ഊരാൻ പേടിയാവും. ഇരിക്കാം, ആ ബെഞ്ചിലിരിക്കാം എന്നുള്ള തീരുമാനം തണുപ്പ് സഹിക്കുക വയ്യാതെ മാറ്റി ഗൈസ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതാ ഇവിടെ ഒരുത്തന്നെ ഇരുന്ന് കഴിക്കുന്നു.
മറ്റവൻ ഇതിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കുന്നു. എങ്ങനെ അതിൻ്റെ അകത്തിരുന്ന് കഴിക്കാൻ അല്ലേ? ആയിരിക്കും. കാരണം നോക്കട്ടെ, അവിടെ വന്നിരുന്ന് കഴിച്ചോടോ. വെറുതെ ഇവിടെ നിന്ന് കഴിച്ച് തണുക്കും. അയ്യോ, ബാലിന്റെ പുറകിൽ നോക്ക്. ഓനെ കണ്ടിരുന്ന മോൻ. ചൂവേ വേളു. And I want, guys, can you please help me? എനിക്ക് ഇങ്ങനത്തെ വെരി നൈസ് നല്ല റൗണ്ട് ഉള്ള രണ്ടെണ്ണം എടുത്ത് തരുമോ? എനിക്കെന്തിനാണെന്നറിയോ? തങ്ക എത്ര ദൂരെ അറിയാന്ന് നോക്കും മോനെ, എത്ര ദൂരെ. ഓക്കെ മോനെ, ഇത് നോക്ക്. ഇങ്ങനെ എടുത്തിട്ട് മോന് ചെയ്യുന്നത് ശരി തന്നെയാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ദൂരേക്ക് എറിയും. കാരണം അമ്മയുടേതും ചില സമയത്തൊന്നും പോവില്ല. മോൻ അങ്ങനെ എറിഞ്ഞെറിഞ്ഞാ പഠിക്കണ്ടേ. കണ്ട് ഇപ്പൊ അപ്പയുടെ പോയില്ലല്ലോ. കുറച്ച് ദൂരേക്ക് എറിയോ തങ്ക. ഇവിടുന്ന് പെറുക്കിയെടുത്ത സ്റ്റോൺസ് നോക്ക് എത്ര എണ്ണം. ഇതൊരു ടൈപ്പ്, ഇത് വേറെ ടൈപ്പ്, ഇത് വേറെ ടൈപ്പ്, ഇത് വേറെ ടൈപ്പ്. ഇതെല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ നീലു. ഇത് നമ്മുടെ രാജസ്ഥാനിലെ ചെസ് പീസസ്. അതുപോലെ ഇവിടെ ഇങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ താഴേന്ന് കാണിച്ചില്ലേ മംഗല എന്നുള്ള പല്ലാങ്കുഴി, അതുകൊണ്ട് ശരിക്കും നമ്മുടെ മഞ്ചാടി ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ അതിൻ്റെ ഗെയിം ഇങ്ങനെ വെച്ചേക്കുന്ന കാണുമ്പോൾ ഒരു അഭിമാനമാണ് നമ്മുടെ ഗെയിംസൊക്കെ. പിന്നെ രാജസ്ഥാനിലെയാണ് മറ്റേ പച്ചീസി. ഇത് രാജസ്ഥാനിലാണല്ലോ. ഓ, അതില് വെച്ചിരിക്കുന്ന ചെസ് പീസസ് ഇതൊക്കെ അല്ലേ? ഇത് ഓ, അത് രാജസ്ഥാനിലെ ചെസ് പീസസ്. അത് ചെസ് ബോർഡും ഒക്കെ സാരിയിൽ അടിപൊളി. ആ റൂമിൽ ഞങ്ങൾ കുറേ ഗെയിംസ് കളിച്ചു. പക്ഷെ എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ ചാർജ് കുറവായിരുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ അവനോട് പറയും ഇനി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ പോകാൻ പറഞ്ഞ് അല്ലല്ല ആയില്ല, ഞാൻ വേണമെങ്കിൽ വീഡിയോയ്ക്ക് ബായ് പറയാം, ബായ്, പക്ഷേ നമുക്ക് താഴെ പോയിട്ട് ബാക്കി ഗെയിംസ് കളിക്കണം. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ മംഗല കണ്ടു. അത് ശരിക്കും ആ വുഡൻ ഇതിൽ ശരിക്കും പ്രോപ്പർ പണ്ടത്തെ ആ വുഡൻ ഇതും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബോർഡ് ഗെയിം നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പം പിന്നെ അവൻ ഡബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അസുലുണ്ട്. അസുൽ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ബോർഡ് ഗെയിം അറീനയിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം നമ്മൾ അത് മൂന്നും കളിക്കാം എന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ബാലിരുന്ന് മംഗലയുടെ റൂൾസ് പഠിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ കുറേ ടേബിൾസൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ പേര് വരുന്നവരൊക്കെ ഫാമിലി ആയിട്ട് ഓരോരോ ടേബിളിലിരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. നീല് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നീല് പറയുന്നുണ്ട് ഇതവൻ സ്കൂളിൽ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൻ അറിയാമെന്ന്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഓൻ്റെ വേയിൽ കളിച്ചു. പിന്നെ അതല്ലാതെ ബാല് നോക്കി പഠിച്ച് ആ രീതിയിലും കളിച്ചു. രണ്ടും നല്ലതായിരുന്നു. നല്ല രസമുണ്ട് അത് കളിക്കാൻ. ഈ ഗെയിം കളിച്ച് തീരുമെന്നായപ്പോഴത്തേക്ക് നീലിൻ്റെ മട്ടൊക്കെ മാറി. നീലിന് ലെഗോ കളിക്കണം എന്നായി. അവിടെ ചെന്നു പിന്നെ അവൻ തന്നെ ഉണ്ടാക്കിയത്. അവൻ തന്നെ ഇരുന്ന് മറ്റേ സ്വിങ്ങും സ്ലൈഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കാണിച്ചു തന്നു. അപ്പോൾ ബാല് പറഞ്ഞു വാ വെളിയിൽ പോവാൻ, വെളിയിൽ സൺസെറ്റ് ആവാനായി നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതാണ് ഞങ്ങൾ കണ്ട വ്യൂ. ഇങ്ങനെ പക്ഷികളൊക്കെ പറക്കുന്നു. അപ്പം ഞാനിങ്ങനെ നീലിനോട് പറഞ്ഞിട്ട് കണ്ടു ഈ പക്ഷികളൊക്കെ വീട്ടിൽ പോവാൻ, നമുക്കും വീട്ടിൽ പോകണ്ടേന്ന് ചോദിച്ചപ്പോൾ ബാലും നീലും പറഞ്ഞു വാ നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് സമാധാനമായിട്ട് കാണുകയാണ്. ബൈ നീലു, ബൈ. പുറകിൽ നിന്ന് കാക്കയും കിളിയൊക്കെ പറയുന്നുണ്ട് ബായ് അല്ലേ?